गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। അല്പസമയം വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തനവും സമൂഹത്തിൻ്റെ സംശയങ്ങൾക്ക് സമാധാനവും എന്ന നിലയ്ക്ക് കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ഒത്തുകൂടി ഇന്ന് ഇവിടെ ചിന്തനത്തിന് വെച്ച വിഷയം വർണ്ണവും ജാതിയും എന്നതാണ്. ഹിന്ദു ധർമ്മത്തെപ്പറ്റി ഹിന്ദു എന്ന ഒരു പേര് തന്നെ പറയുന്ന മാത്രയിൽ, കേൾക്കുന്ന മാത്രയിൽ വളരെയധികം നിന്ദിക്കാനും അവഹേളിക്കാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അത് ചാതുർവർണ്ണത്തിൻ്റെതല്ലേ, മനുഷ്യരെ പല തട്ടുകളിലാക്കി പല തലങ്ങളിൽ നിബന്ധിച്ച് ചിലരെ ചൂഷണം ചെയ്യാൻ ചിലർക്ക് ഉണ്ടാക്കി കൊടുത്ത വ്യവസ്ഥകളല്ലേ എന്നീ വണ്ണം പലതരത്തിൽപ്പെട്ട ആരോപണങ്ങൾ, അഭിപ്രായഗതികൾ നിരന്തരം ഉയരുന്നത് നാം കേൾക്കുന്നു, കാണുന്നു. ചാതുർവർണ്ണത്തിന്റെ വക്താക്കൾ, പിന്നെ ഒരുപാട് അബദ്ധപദങ്ങളുണ്ട്. അബദ്ധപദങ്ങൾ എന്ന് പറയുമ്പോൾ പലരും പ്രയോഗിച്ച് സമൂഹത്തിൽ സുഭദ്രം എന്ന രൂപത്തിൽ പ്രചരിക്കുന്ന അബദ്ധപദങ്ങൾ. ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ പല രീതിയിൽ സമൂഹമധ്യേ ഹിന്ദുധർമ്മത്തെ നിന്ദിക്കാനും അവഹേളിക്കാനും വേണ്ടി ചാതുർവർണ്ണ്യം, ബ്രാഹ്മണ മേധാവിത്വം തുടങ്ങിയ പല പദങ്ങളെയും വിനിയോഗിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഞാൻ ഹിന്ദുവാണ് എന്നറിയുകയും അഭിമാനിക്കുകയും ചെയ്യുന്നവർ പോലും ശാസ്ത്ര വിഷയത്തിൽ ഉള്ള അറിവിന്റെ അഭാവം കൊണ്ട് എന്താണ് വർണ്ണം, എന്താണ് ജാതി, വർണ്ണം എന്നാൽ അത് ഉച്ചനീചത്വ വ്യവസ്ഥയാണോ, അത് ചൂഷണത്തിന്റെ വ്യവസ്ഥയാണോ, എന്താണ് അതിന്റെ ശാസ്ത്രം, ശാസ്ത്രാനുസൃതം വർണ്ണം എന്ന സങ്കല്പം സ്വീകാര്യമാണോ, ഈ വക വിഷയങ്ങളിൽ ശരിയായ അറിവില്ലാത്തത് കൊണ്ട് പലപ്പോഴും പല പ്രസംഗങ്ങളും മറ്റും കേട്ടും പുസ്തകങ്ങൾ വായിച്ചും ഒക്കെ ഭ്രമിച്ചു പോകുന്ന സ്ഥിതിയുമുണ്ട്. അതുകൊണ്ട് ഒരു വശത്ത് വളരെയധികം ഹൈന്ദവ ജാഗരണം സംഭവിക്കുകയും അതേ സമയത്ത് തന്നെ ഇതിനെ അതിഹീനമായ രൂപത്തിൽ സമൂഹമധ്യത്തിൽ അവതരിപ്പിക്കാൻ ഉള്ള പരിശ്രമങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് നമ്മുടെ സമൂഹം
വർണ്ണ സിദ്ധാന്തത്തെക്കുറിച്ച് അറിയണം. ശാസ്ത്രീയമായിട്ട് എന്താണ് വർണ്ണം എന്ന് മനസ്സിലാക്കണം. അത് ഉച്ചനീചത്വ കൽപ്പനകളോടുകൂടിയ ജാതിയാണോ അല്ലയോ തുടങ്ങിയ വിഷയങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു ചിന്തയോടുകൂടിയാണ് ഈ പ്രഭാഷണ പരമ്പരയിൽ ഇങ്ങനെയൊരു വിഷയം നിശ്ചയിച്ചിട്ടുള്ളത്. അല്പസമയം നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കാം. വർണ്ണം എന്നുള്ള ശബ്ദം പ്രസിദ്ധമാണ്. ചാതുർവർണ്ണ്യം എന്നുള്ള ശബ്ദവും പ്രസിദ്ധമാണ്. വ്രിയത്തെ ഇതി വർണ്ണം. വൃഞ്ഞ് ധാതുവിന്റെ രൂപമാണ് വർണ്ണം എന്നുള്ളത്. വൃഞ്ഞ് ധാതുവിന് വരിക്കുക എന്നാണ് അർത്ഥം. വരിക്കുക, സ്വീകരിക്കുക. ഈ ധാതുവിനനുസരിച്ച് വർണ്ണ ശബ്ദത്തിന്റെ അർത്ഥം സ്വീകരിക്കുന്നത് എന്തോ അത് വർണ്ണം എന്നാണ്. വ്രിയത്തെ ഇത് വർണ്ണം. വരിക്കുന്നത്, സ്വീകരിക്കുന്നത് എന്തോ അത് വർണ്ണം. നമ്മുടെ വൈദിക ശാസ്ത്രങ്ങളിൽ സമൂഹത്തെ 4 വർണ്ണമായി വിഭജിച്ചിട്ടുണ്ട്. 4 വർണ്ണമായി, 4 വർണ്ണങ്ങളായി സമൂഹത്തെ വിഭജിക്കുന്ന, സമൂഹം വിഭജിക്കപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥയ്ക്കാണ് നമ്മൾ ചാതുർവർണ്ണ്യം എന്ന് പറയുക. ശാസ്ത്രീയമായി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു പ്രകാരത്തിലും ആർക്കും നിഷേധിക്കാനോ അവഗണിക്കാനോ സാധിക്കാത്ത, എല്ലാ സമൂഹങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലത്തും തന്നെ നിലവിലുള്ള ഒരു വ്യവസ്ഥയാണ് ചാതുർവർണ്ണ്യത്തിന്റെ വ്യവസ്ഥ എന്ന് അല്പം പഠിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയും. 4 വർണ്ണമായി മനുഷ്യന്മാർ പിരിക്കപ്പെട്ട വ്യവസ്ഥ കേവലം ഹിന്ദുക്കളുടെ ഇടയ്ക്കല്ല, ഒട്ട് ഭാരതത്തിൽ മാത്രവുമല്ല. ലോകത്തിൽ ഏത് രാജ്യത്ത് പോയി ഏത് ജനസമൂഹവുമായി നമ്മൾ ബന്ധപ്പെട്ടാലും അറിയുന്നവർക്ക് ആ സമൂഹത്തിലെ അംഗങ്ങളെ ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രരെന്നും 4ആയി വിഭജിക്കാൻ കഴിയും. അറിയാത്തവർക്കൊട്ട് വിഭജിക്കാൻ കഴിയുകയുമില്ല. എങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത്? നമുക്കൊരല്പം ചിന്തിക്കാം. ആ ചിന്തനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉപക്രമമായി ഓർമ്മ വന്ന ഒരു ദൃഷ്ടാന്തം പറയട്ടെ. വിവേകാനന്ദ സ്വാമികള് വളരെ ശക്തമായ രൂപത്തിൽ ധർമ്മപ്രചരണ പ്രവർത്തനങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന കാലഘട്ടം. അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര ആരംഭിച്ചത് അമേരിക്കയിലെ ഷിക്കാഗോയിൽ നിന്നായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. തുടർന്ന് വളരെ വിപുലമായി പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ തന്നെ അവിടുന്ന് സഞ്ചരിച്ച് ഭാരതത്തിന്റെ സന്ദേശം, ഹിന്ദുധർമ്മത്തിന്റെ സന്ദേശം ധീരമായി പാശ്ചാത്യ രാജ്യങ്ങളിൽ മുഴക്കി. ആ കാലഘട്ടത്തിൽ പല ഭാവത്തിൽ പലര് അദ്ദേഹത്തെ സമീപിക്കുകയും അവർക്കൊക്കെ അധികാരി ഭേദമനുസരിച്ച് ഉപദേശങ്ങളും മറ്റും അവിടുന്ന് നൽകുകയും ചെയ്തു. ആ കൂട്ടത്തിൽ വളരെയധികം അമേരിക്കക്കാർക്ക് അദ്ദേഹം മന്ത്രദീക്ഷ നൽകി അനുഗ്രഹിച്ചു. ഗായത്രി മന്ത്രം തുടങ്ങിയ മന്ത്രങ്ങളെ ഉപദേശിച്ചു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ അമേരിക്കയിലുള്ള പ്രവർത്തനവും അത് വലിയൊരു സ്വാധീന ശക്തിയായി അമേരിക്കയിൽ പരിണമിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവുമൊക്കെ കണ്ടറിഞ്ഞ് ഭാരതീയർക്ക് വളരെയധികമുള്ള അസുഖം ചിലർക്കൊക്കെ പിടിപെട്ടു. അസൂയ എന്ന അസുഖം. അവർ സ്വാമിജിയെ കുറിച്ച് പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചു.
പല ഹീനങ്ങളായ അവാച്യവാദങ്ങൾ, പറയാൻ പറ്റാത്ത പലരും സ്വാമിജിയെ കുറിച്ച് ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അത്തരമൊരു പ്രചരണത്തിന്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ചിക്കാഗോയിൽ നടന്ന ലോക മതമഹാസമ്മേളനത്തിൽ ഒരു സംഘടനയുടെയും തന്നെ ഒരു ശുപാർശയോ നിർദ്ദേശമോ ഇല്ലാതെ പങ്കെടുത്തതാണ് സ്വാമിജി. അതേസമയത്ത് ഭാരതത്തിൽ നിന്നോ പലരും രാജാക്കന്മാരുടെ റെപ്രസെന്റേഷനുകളോട് കൂടെ മതവിഭാഗങ്ങളുടെ വക്താക്കൾ എന്ന രീതിയിൽ അതിൽ സംബന്ധിക്കുകയുണ്ടായി. എന്നാൽ അവർക്കൊന്നുമില്ലാത്ത സ്വാധീനം സ്വാമിജിക്ക് ഉണ്ടായതിന്റെ പേരിൽ അവർക്ക് അസൂയ മൂത്തു. അങ്ങനെ അവർ പല പ്രചരണങ്ങളും സ്വാമിജിയെ കുറിച്ച് ചെയ്തു. അതിലൊന്നായിരുന്നു ബ്രാഹ്മണന്മാർക്ക് മാത്രം ഉപദേശിക്കേണ്ടുന്നതായ ഗായത്രി മന്ത്രത്തെ സ്വാമിജി മ്ലേച്ഛന്മാർക്ക് ഉപദേശിച്ചു. ഇത് തെറ്റാണ്. ഒരു പ്രകാരത്തിലും ബ്രാഹ്മണരല്ലാത്തവർക്ക് ഗായത്രി മന്ത്രം ഉപദേശിക്കാൻ പാടില്ല എന്നത് ശാസ്ത്രവിരുദ്ധമായി വിവേകാനന്ദൻ മ്ലേച്ഛന്മാർക്ക് ഗായത്രി ഉപദേശിച്ചു. ഈ ആരോപണം വളരെ ശക്തമായ രൂപത്തിൽ ഭാരതത്തിൽ പ്രചരിപ്പിച്ചു. ചിക്കാഗോ പാർലമെന്റിൽ ഹിന്ദു ധർമ്മത്തെ കുറിച്ച് തന്നെ സംസാരിക്കാൻ പോയ മജുംദാർ ആയിരുന്നു ഈ പ്രചരണത്തിന്റെ പിന്നിൽ വളരെ പ്രവർത്തിച്ച ഒരാള്. ഇതറിഞ്ഞ സ്വാമിജി ഉടനെ അവിടുന്ന് മറുപടി എഴുതി. അവിടെ പ്രസംഗിക്കുകയും ചെയ്തു, മറുപടി ഇങ്ങോട്ട് എഴുതുകയും ചെയ്തു. തന്റെ ശിഷ്യനായിരുന്ന അലസിംഗ പെരുമാൾക്ക് വ്യക്തിപരമായി എഴുതുകയും ഇന്ത്യയിൽ ഉടനീളം പ്രചരിപ്പിക്കാൻ, ഭാരതത്തിൽ ഉടനീളം പ്രചരിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്തായിരുന്നു മറുപടി എന്നറിയോ? ഉണ്ട്, ഞാൻ ഒരുപാട് പേർക്ക് അമേരിക്കയിൽ ഗായത്രി മന്ത്രം ഉപദേശിച്ചിട്ടുണ്ട്, അതുപോലെ മറ്റു പല മന്ത്രങ്ങളും ഉപദേശിച്ചിട്ടുണ്ട്. അവരൊക്കെയും ബ്രാഹ്മണരാണ്, ബ്രാഹ്മണർക്കേ ഞാൻ ഉപദേശിച്ചിട്ടുള്ളൂ. ഇതായിരുന്നു സ്വാമിജിയുടെ മറുപടി. ശക്തമായ ഈ മറുപടി ലഭിച്ചതോടുകൂടി അസൂയ മൂത്ത് വിപരീതം പ്രചരിപ്പിച്ചവർ നിർത്തി, അഥവാ നിർത്താൻ നിർബന്ധിതരായി. ഇതൊന്നും പറയുന്നത് കഥകളല്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അമേരിക്കയില് മറ്റുള്ളവരാൽ മ്ലേച്ഛൻ എന്ന് വിളിക്കപ്പെടുന്നവര് അവരാരൊക്കെ ബ്രാഹ്മണരാണെന്ന് സ്വാമിജി മനസ്സിലാക്കി. അവർക്ക് ബ്രാഹ്മണർക്ക് ഉചിതമായ മന്ത്രത്തെ കൊടുത്തു. ഇവിടെ ബ്രാഹ്മണ്യം എന്നത് അച്ഛന്റെയോ അമ്മയുടെയോ പേരിൽ കിട്ടുന്നതല്ല. എന്റെ അച്ഛൻ ബ്രാഹ്മണനാണ്, അമ്മ ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ഞാനും ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ മകൻ ഡോക്ടറാണ്, എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ ആണെന്ന് പറയും പോലെയാണ്. സംശയമൊന്നുമില്ല. എന്നാൽ ഡോക്ടറുടെ മകന് ഡോക്ടറാവാനുള്ള സാഹചര്യം കൂടുതലുണ്ട്. ഒരു ബ്രാഹ്മണന്റെ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ശിശുവിന് ഉത്തമ ബ്രാഹ്മണനായി ഉയരാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ശാരീരിക സാഹചര്യങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും. ശാരീരിക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് നാം ഇരിക്കുന്ന ശരീരം, അത് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്നതാണല്ലോ. ശ്രദ്ധിക്കുക, അത് വലിയൊരു സ്വാധീനം തന്നെയാണ്, വലിയൊരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് അതുപോലെ സമ്പർക്കം, സാഹചര്യം, അതിൽ കവിഞ്ഞ് ജനിയുടെ അടിസ്ഥാനത്തിലുള്ള ജാതി പോലെ ഒന്നല്ല വർണ്ണം എന്നത്. ജാതി ജന്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ജാതി എന്തെന്ന് ചിന്തിച്ചാൽ സംശയരഹിതമായ ഭാഷയിൽ നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി ഗവാം ഗോത്വം യഥാ തഥാ ന ബ്രാഹ്മണാദിരസ്ത്യവം.
ഹാ തത്വം വേത്തി കോപിന. ഈ ശ്ലോകം ഒരു ശബ്ദം ഒഴിച്ച് ബാക്കി മുഴുവൻ നമുക്ക് വ്യാഖ്യാനിക്കാം. മനുഷ്യാണാം മനുഷ്യത്വം ജാതി. മനുഷ്യന്മാരുടെ ജാതി മനുഷ്യത്വമാണ്. മനുഷ്യന്മാർക്ക് ജാതിയുണ്ട്. ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, ജാതിയുണ്ട്. ഗുരുദേവൻ പറയുകയാണ് മനുഷ്യന്മാർക്ക് ജാതിയുണ്ട്. എന്താ ജാതി? മനുഷ്യത്വം. മനുഷ്യനാണെന്ന ജാതി, മനുഷ്യജാതി. മനുഷ്യർ ജനിക്കുന്നത് മനുഷ്യജാതിയിലാണ്. ഏതുപോലെ ഗവാം ഗോത്വം യഥാ തഥാ. ഗോക്കൾക്ക് ഗോത്വം എപ്രകാരമോ അപ്രകാരം. ഗോവിന്റെ ലക്ഷണമുള്ളത് ഗോജാതി. എന്താ ഗോവിന്റെ ലക്ഷണം? 4 കാല് അല്ല, ഒരു വാല് അല്ല, 2 കൊമ്പ് അല്ല. പിന്നെ എന്താ ഗോവിന്റെ ലക്ഷണം? ഗോവിന്റെ ലക്ഷണം എന്താ? കഴുത്തില് താടയുണ്ടാവും. കഴുത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന താടയാണ് ഗോവിന്റെ ലക്ഷണം. അതുള്ളത് ഗോവ്. അയാളുടെ 4 കാലും ഒരു വാലെന്നും പറഞ്ഞാൽ ഗോവിന്റെ ലക്ഷണമാവില്ല. അതാണ് ഗോവിന്റെ ലക്ഷണം, താട ഉണ്ടാവുക. അതുപോലെ യഥാ, അതുപോലെ തഥാ, അപ്രകാരം മനുഷ്യാണ് മനുഷ്യത്വം ജാതി. ബ്രാഹ്മണാതിരസ്തിയവം. അല്ലാതെ ബ്രാഹ്മണൻ തുടങ്ങിയവ, ബ്രാഹ്മണ ജാതി, ക്ഷത്രിയ ജാതി, വൈശ്യജാതി, ശൂദ്രജാതി അങ്ങനെയില്ല. തത്വം വേത്തി കോപിന. കോ അപി കഹ അപി. ആരും തന്നെ തത്വം ന വേത്തി. തത്വത്തെ അറിയുന്നില്ലല്ലോ, പരമാർത്ഥത്തെ അറിയുന്നില്ലല്ലോ. ഇത് ഗുരുദേവൻ സ്പഷ്ട ഭാഷയിൽ പറഞ്ഞു. ഇത് നമുക്ക് വ്യാഖ്യാനിക്കാം, മണിക്കൂറുകൾ വേണമെങ്കിൽ. എന്നാൽ ഇതിൽ ഗുരുദേവൻ എഴുതിയ ഒരു ശബ്ദമുണ്ട്, ഹാ എന്ന്. അത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം ആ ഹാ എന്നുള്ള ശബ്ദത്തിൽ അനാദിയായ ഗുരു പരമ്പരയുടെ ശബ്ദമാണത്. അത് ഗുരുദേവനിലൂടെ പുറത്തു വന്നു എന്ന് മാത്രം. വേദവിരുദ്ധമായി അതിഹീനമായ ഉച്ചനീചത്വ കൽപ്പനകളോടുകൂടിയ ജാതി വ്യവസ്ഥയെ കണ്ട് തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ദൃഷ്ടിപ്പെട്ടാൽ ദോഷമാണ്, അവൻ തൊട്ട വെള്ളം തൊട്ടാൽ കുഴപ്പമാണ്, അവന്റെ നിഴല് തൊട്ടാൽ കുഴപ്പമാണ്. ഇനി എല്ലാ മേഖലയിലും ഈ കുഴപ്പമില്ല കേട്ടോ, സംബന്ധത്തിന് കുഴപ്പമില്ല. പക്ഷെ അതിലുണ്ടായ കുട്ടിയെ തൊടാൻ പാടില്ല. അതുണ്ട്. സ്ത്രീ സംഘത്തിന് പോകുന്നതിന് ഈ തൊട്ടുകൂടായ്മയൊന്നുമില്ല. പക്ഷെ അതിൽ തനിക്കുണ്ടാവുന്ന കുട്ടിയെ തൊടാൻ പറ്റില്ല. ചിന്തിക്കുക, എത്ര ഹീനമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഇത് കണ്ട് ഇതിനെ വൈദികമായ ശാസ്ത്രീയമായ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വർണ്ണ സിദ്ധാന്തവുമായി തുലനപ്പെടുത്തി കാണുമ്പോൾ, ജാതിയെ കണ്ട് വർണ്ണമാണെന്ന് ധരിക്കുമ്പോൾ, അപ്രകാരം സമൂഹത്തിൽ പ്രചരിക്കുമ്പോൾ, അത് കാണുന്ന സമയത്ത് അനാദിയായ ആർഷ പരമ്പരയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദമാണ് ഹാ എന്നുള്ളത്. ഇതെന്തൊരു കഥ എന്ന്. ഈ ഹാ എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ നമ്മൾ അല്പം വർണ്ണത്തെ കുറിച്ച് ചിന്തിക്കണം. നേരത്തെ പറഞ്ഞു വ്രിയത്തെ ഇത് വർണ്ണ എന്ന് പറഞ്ഞു. വരിക്കപ്പെടുന്നതാണ് വർണ്ണം. ഇത് കേവലം ഹിന്ദുക്കളുടെ ഇടയ്ക്കുള്ളതല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് അമേരിക്കയിലായാലും അറേബ്യയിലായാലും ആഫ്രിക്കയിലായാലും ഇതുണ്ട്. മനുഷ്യന്മാര് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമാണ്. എന്നിട്ട് അവിടെ ഒന്നും അങ്ങനെ പറയുന്നില്ലല്ലോ. അവർക്ക് അറിയില്ല, വിവരമില്ലാത്തതുകൊണ്ട് അവർക്ക് അറിയുന്നില്ല. നമ്മുടെ ആചാര്യന്മാര് ഇതിനെ അറിഞ്ഞു പറഞ്ഞു തരികയാണ്. നോക്കൂ, കാര്യകാരണ ബന്ധം അറിയുന്ന ആൾക്കല്ലേ മനസ്സിലാവുള്ളൂ ഓരോ പ്രതിഭാസത്തിന്റെയും പിന്നിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന്. ഞാൻ പറയുകയാണ്, എനിക്ക് വല്ലാത്ത ക്ഷീണം കേട്ടോ എന്ന് പറഞ്ഞു. വല്ലാത്ത ക്ഷീണമുണ്ട്. എന്താ സ്വാമി കാരണം? ഒരു കാരണമില്ല, ക്ഷീണം തന്നെ. ഓഹോ, അങ്ങനെ കുറച്ച് വിശ്രമിച്ചോളൂ കേട്ടോ പറഞ്ഞു. ഒരു ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹം ശരിക്ക് പരിശോധിച്ചു.
എല്ലാ വ്യവസ്ഥകളെയും അദ്ദേഹം പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞു, സ്വാമിക്ക് ഇന്ന രോഗമുണ്ട്, ഈ രോഗം ഉള്ളത് കൊണ്ടാണ് ഇന്ന മാതിരി ക്ഷീണം. അപ്പൊ ഒരാൾ ചോദിച്ചു, എന്താ ഇപ്പൊ ക്ഷീണം, എന്തുകൊണ്ടാ ക്ഷീണം? അത് ഇന്ന സൂക്കടുണ്ട് അതുകൊണ്ടാ പറയും. ക്ഷീണമുണ്ട് എന്നുള്ളത് അറിഞ്ഞത് കൊണ്ട് മാത്രം അത് ആകസ്മികമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ പിന്നിലുള്ള കാരണം എന്ത് എന്ന് വിവരമുള്ള ആൾക്ക് മനസ്സിലാവും. ഇതുപോലെ മനുഷ്യ സമൂഹത്തിൽ മുഴുവൻ തന്നെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഭേദമുണ്ട്. അത് കേവലം ഹിന്ദുക്കളുടെ ഇടയ്ക്കല്ല. പക്ഷെ ഹൈന്ദവ ആചാര്യന്മാര്, ഋഷീശ്വരന്മാര് ഇതിന്റെ സിദ്ധാന്തത്തെ നമുക്ക് ഉപദേശിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഇന്നാൾ ബ്രാഹ്മണനാണ്, ഇന്നാൾ ക്ഷത്രിയനാണ്, ഇന്നാൾ വൈശ്യനാണ്, ഇന്നാൾ ശൂദ്രനാണെന്നൊക്കെ. ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം അത് നമുക്ക് ചിന്തിക്കാം മുന്നോട്ട് പോകുമ്പോൾ. നോക്കൂ, വർണ്ണത്തെക്കുറിച്ച്, ചാതുർവർണ്ണത്തെക്കുറിച്ച് ഒക്കെ തന്നെ പറഞ്ഞ് ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാൻ വേണ്ടി മുക്കിലും മൂലയിലും തെരുവിലും എല്ലാം ചൊല്ലപ്പെടുന്ന ഒരു ശ്ലോകത്തിന്റെ അർദ്ധഭാഗമുണ്ട്. നിങ്ങളൊക്കെ കേട്ടിരിക്കും, ചാതുർവർണ്ണം മയാ സൃഷ്ടം എന്ന്. അർദ്ധഭാഗമല്ല, കാൽഭാഗമാണ്. ഒരു ശ്ലോകത്തിന്റെ 1/4. ഇത് ധാരാളം നേതാക്കന്മാര് ചൊല്ലാറുണ്ട്. ചാതുർവർണ്ണം മയാ സൃഷ്ടം കേട്ടിട്ടില്ലേ എന്ന്. അപ്പൊ അവനെ പിടിച്ചു വെച്ചിട്ട് ചോദിക്കണം, ഇതിന്റെ ബാക്കി ചൊല്ലുന്നു. അതിന്റെ ബാക്കി അവൻ അറിയില്ല, അറിഞ്ഞാൽ തന്നെ ചൊല്ലില്ല. കാരണം ചൊല്ലിക്കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമായ ഒരു വ്യവസ്ഥയാണെന്നും അതിനെ നിഷേധിക്കാൻ സാധ്യമല്ലെന്നും മനസ്സിലാവും. ഗുണകർമ്മ വിഭാഗശഃ എന്ന്. അതുകൊണ്ട് അവരത് ചൊല്ലില്ല. എന്താണ് ഗീത, ആരാണ് ഗീത എന്നറിയാത്തവരും ഇത് ചൊല്ലാറുണ്ട്, ചാതുർവർണ്ണം മയാ സൃഷ്ടം എന്ന്. ഏത് ഗീത, അയൽവാസി കുട്ടിയാണോ എന്ന് വരെ ചോദിക്കുന്നവര് ഇത് ചൊല്ലും. അവൾ എപ്പോഴത് പറഞ്ഞത്, അവൾ എന്നാ സംസ്കൃതം പഠിച്ചത് എന്ന് വരെ ചോദിക്കണവര് ഇതൊന്നും ചൊല്ലും. ഇതുപോലെ 2-3 ശ്ലോകങ്ങളുണ്ട്. പരിത്രാണായ സാധൂനാം യഥാ യഥാ ഹി ധർമ്മസ്യ ചാതുർവർണ്ണം മയാ സൃഷ്ടം കർമ്മണ്യേവാധികാരസ്തേ. ഇങ്ങനെ ഒരു 5-6 ശ്ലോകങ്ങളുണ്ട്, ചെറിയ ചെറിയ ഭാഗങ്ങള്. അപ്പുറം ഇപ്പോഴും അറിയുമെന്ന് വെച്ചാലോ ഒട്ട് അറിയുകയില്ല. അതുകൊണ്ട് ഇനി മേലിൽ ആരെങ്കിലും ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാൻ വേണ്ടി ചാതുർവർണ്ണം മയാ സൃഷ്ടം എന്ന് ചൊല്ലിയാൽ ഒട്ടന്നെ പറയണം, ഭഗവാൻ ഈ അവിടുന്ന് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ ബാക്കി കൂടി ഒന്ന് പറഞ്ഞു തരൂ എന്ന്. കുറച്ചൊക്കെ ഒന്ന് പ്രശംസിച്ചുകൊണ്ടൊക്കെ ഒരു സംബോധന ചെയ്താൽ അത് നല്ലതാ. അവരെ അഭിമാനം കൊണ്ട് സ്വയം നശിച്ചോളൂ. ഗുണകർമ്മ വിഭാഗശഃ. ഈ ശ്ലോകത്തിന്റെ അർദ്ധഭാഗം ശരിക്ക് പഠിച്ചാൽ വൈദികമായ ചാതുർവർണ്ണ വ്യവസ്ഥ എന്താണെന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും ചാതുർവർണ്ണത്തെ നിന്ദിക്കാൻ സാധിക്കില്ല. ആരെങ്കിലും നിന്ദിക്കുന്നത് കേട്ടാൽ മറുപടി പറയാനും സാധിക്കും. എന്താണ് ചാതുർവർണ്ണം മയാ സൃഷ്ടം? മയാ എന്നാൽ ഈശ്വരനാൽ, അഖില പ്രപഞ്ചത്തിന്റെയും വ്യവസ്ഥയെ പരിപാലിക്കുന്ന ഈശ്വരനാൽ ചാതുർവർണ്ണം സൃഷ്ടം. ചാതുർവർണ്ണം സൃഷ്ടമാണ്. ഹിന്ദുവിന്റെ ഈശ്വരൻ, മുസൽമാന്റെ ഈശ്വരൻ, ക്രിസ്ത്യാനിയുടെ ഈശ്വരൻ അങ്ങനെ ഇല്ലല്ലോ. ഈശ്വരൻ ഒന്നല്ലേ ഉള്ളൂ. അഥവാ നിങ്ങൾ പറയുന്ന ഈശ്വരൻ അല്ല ഞങ്ങളെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് മറുപടി പറയാം, അപ്പൊ ഈശ്വരൻ രണ്ടുണ്ടില്ലേ? ഈശ്വരൻ ഏകനല്ലേ, അദ്വിതീയനല്ലേ? ആ ഈശ്വരനാണ് പറയണത് ചാതുർവർണ്ണം എന്നാൽ സൃഷ്ടമാണ്. ചാതുർവർണ്ണം എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങൾ 4 എന്ന വ്യവസ്ഥ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന 4ആയി സമൂഹം വിഭജിക്കപ്പെട്ട വ്യവസ്ഥയാണ് ചാതുർവർണ്ണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം? ഗുണകർമ്മ വിഭാഗശഃ. ഗുണവിഭാഗശഃ കർമ്മവിഭാഗശഃ ച ചാതുർവർണ്ണം മയാ സൃഷ്ടം. ഗുണവിഭാഗശഃ, ഗുണവിഭാഗത്തിനനുസരിച്ച്
കർമ്മവിഭാഗശഃ, കർമ്മവിഭാഗത്തിനനുസരിച്ച്. അപ്പൊ രണ്ട് വിഭജന ക്രമം ഇവിടെ പറഞ്ഞു. ഇത് രണ്ടും പഠിക്കണം നമ്മൾ. ഒന്ന് ഗുണവിഭാഗം, രണ്ട് കർമ്മവിഭാഗം. ഇത് രണ്ടിനും അനുസരിച്ചാണ് വർണ്ണം. കേവലം ഗുണം മാത്രം പറഞ്ഞാൽ പോരാ, കേവലം കർമ്മം മാത്രം പറഞ്ഞാൽ പോരാ. കേവലം കർമ്മത്തെ മാത്രം പരിഗണിച്ചിട്ട് ഒരാൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. കർമ്മം മാത്രം പരിഗണിച്ചിട്ട് പറയാൻ പറ്റില്ല, ഗുണം മാത്രം പരിഗണിച്ചിട്ട് പറയാൻ പറ്റില്ല. ഗുണവും കർമ്മവും പരിഗണിച്ചിട്ട് വേണം ഒരാൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ എന്ന് പറയുക. അതെങ്ങനെയാ? മനസ്സിലായില്ല. നോക്കൂ, അല്പം കൂടി വിസ്തരിച്ച് പറയാം. ഇപ്പൊ നമ്മൾ ഇത്ര പേര് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നുണ്ടല്ലോ. ഈ ഇരിക്കുന്നവരിൽ ഒരാളെ പോലെ വേറൊരാളില്ല. ആത്യന്തികമായിട്ട് നമ്മളൊക്കെ ഒന്നാണ്. എങ്കിലും വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളാണ് നമുക്കൊക്കെയും. നമ്മളൊക്കെയും ചിന്തിക്കുന്ന, സംസാരിക്കുന്ന, പെരുമാറുന്ന, നടക്കുന്ന, ഇരിക്കുന്ന, കിടക്കുന്ന എന്ന് വേണ്ട സകല വ്യവഹാര രീതികളും വിഭിന്നങ്ങളാണ്. എന്താണ് നമ്മുടെ വിഭിന്നതയ്ക്ക് കാരണം? അപ്പൊ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരും, നമ്മിൽ അന്തർഭവിച്ച ഗുണഘടനയാണ്. നമ്മുടെ ഗുണഘടനയിലുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മളൊക്കെയും ഭേദപ്പെട്ടിരിക്കുന്നത്. എന്ത് ഗുണഘടനയോ? അതെന്താണ്? അപ്പൊ പറയുന്നു, നോക്കൂ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിങ്ങനെ 3 ഗുണങ്ങളുണ്ട്. ഈ പ്രകൃതിയിൽ എന്തുണ്ടോ അതിലൊക്കെയും 3 ഗുണങ്ങളുണ്ട്. ശരീരത്തിലുണ്ട്, മനസ്സിലുണ്ട്, ബുദ്ധിയിലുണ്ട്, ഇന്ദ്രിയങ്ങളിലുണ്ട്, പ്രാണികളിലെല്ലാം ഉണ്ട്. എല്ലാ പ്രാണികളിലും ഉണ്ട് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. 3 ഗുണങ്ങളേ ഉള്ളൂ, 4മതൊരു ഗുണം ഇല്ല. ഈ 3 ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമ്മുടെ സ്വഭാവ വിശേഷങ്ങൾക്ക് മാറ്റം വരും. ഇതിൽ സത്വഗുണം വളരെ കൂടിയ ഒരാളെന്ന് വിചാരിക്കുക. വളരെ സത്വഗുണം കൂടിയ ഒരാള്, എന്താണ് അയാളുടെ ലക്ഷണം? അയാള് വളരെ ശാന്തശീലനായിരിക്കും. എല്ലാത്തിനെയും നേരെ പോന്ന് സമീപിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവും. നല്ലപോലെ അറിയാനുള്ള കഴിവുണ്ടാവും. അറിഞ്ഞതിനെ അറിയിക്കാനുള്ള കഴിവുണ്ടാവും. എല്ലാത്തിലും ഒരു മിതത്വവും മൃദുത്വവും ഒക്കെ ഉണ്ടാവും. അവർക്ക് ഭക്ഷണത്തില് അധികം എരിവ്, അധികം പുളി, അധികം ഉപ്പൊന്നും പറ്റില്ല. എല്ലാത്തിലും അവർക്കൊരു മധ്യമ മാർഗമായിരിക്കും ഇഷ്ടം. ശ്രദ്ധിക്കുക, ഒരു മൃദുത്വം. നമ്മൾ കേട്ടിട്ട് നമുക്ക് തന്നെ വിലയിരുത്താട്ടോ തന്റെ ഉള്ളിൽ ഏത് ഗുണം അധികം എന്നുള്ളത്. ആരോടും പറഞ്ഞു കൊടുക്കണ്ടാച്ചാ മതി. ഇനി രജോ ഗുണം കൂടിയ ആൾക്കാര് അവരെങ്ങനെയാന്ന് ചോദിച്ചാൽ, നല്ല കർമ്മശേഷി ഉണ്ടാവും. അവർക്ക് നല്ല കർമ്മശേഷി, പ്രവർത്തിക്കാനുള്ള കഴിവ് നല്ലോണം ഉണ്ടാവും. വികാരങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും. സന്തോഷം, സങ്കടം, ദേഷ്യം എല്ലാം പെട്ടെന്ന് കഴിയും. പക്ഷെ നല്ല പണിയെടുക്കാനുള്ള കഴിവുണ്ടാവും. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ എത്ര എരിവിട്ടാലും മതിയാവില്ല, എത്ര പുളി ഒഴിച്ചാലും മതിയാവില്ല, എത്ര ഉപ്പിട്ടാലും മതിയാവില്ല. നല്ല തിളക്കണ ചായയൊക്കെ കൊടുത്താൽ അപ്പാണ്ട് കുടിച്ചു നോക്കും അവര്. ഇത്ര ചൂട് നീ എങ്ങനെ കുടിച്ചു? അതൊക്കെ നിസ്സാരം എന്ന് അവർ പറയും. മാത്രമല്ല, തന്റെ സാന്നിധ്യം അറിയിക്കാൻ അവർ പലതും പ്രവർത്തിക്കും. ഞാനിവിടെ എന്തിട്ടുമോ എന്ന് അറിയിക്കാൻ വേണ്ടി അവരെന്തൊക്കെയാ ചെയ്തു കൂട്ടുകയെന്ന് കണക്കില്ല. പക്ഷെ നല്ലോണം പണിയെടുക്കും അവരൊന്ന് പിടികയറ്റി വെച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഈ കസേര മുഴുവൻ അവർ ഒറ്റയ്ക്കാണ്ട് നിരത്തും. വീട്ടുകാരും മന്ദരായിട്ട് നാളെ നിരത്താതിരിക്കരുത്. ഇതെല്ലാം നമ്മൾ സജ്ജീകരിക്കുന്ന പരിപാടിയാണ്. ഇതിന് വേറെ സംഘാടകരൊന്നുമില്ല, ഒക്കെ നമ്മളെങ്ങനെയാ ചെയ്യണം. അവർ ശ്രദ്ധിക്കുക. പക്ഷെ എന്നാലും തന്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി അവരെന്തൊക്കെയാ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യും. നല്ല കർമ്മശേഷി ഉണ്ടാവും, നല്ല ആജ്ഞാശക്തി ഉണ്ടാവും. ഇനി അവർ പണിയെടുത്തുകൊണ്ടേ ഇരിക്കൂട്ടോ, അതും ശ്രദ്ധിക്കുക. അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവിടെ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതെ, ഒന്ന് അങ്ങോട്ട് ഇരുന്ന്, ഒന്ന് ഇങ്ങോട്ട് ഇരുന്ന്, ഒന്ന് അവിടെ പിടിച്ച്, ഒന്ന് ഇവിടെ പിടിച്ച്. 3 ദിവസം 4 ദിവസം 5 ദിവസം 6 ദിവസം 7 ദിവസം 8 ദിവസം 9 ദിവസം 10 ദിവസം 11 ദിവസം 12 ദിവസം 13 ദിവസം 14 ദിവസം 15 ദിവസം 16 ദിവസം 17 ദിവസം 18 ദിവസം 19 ദിവസം 20 ദിവസം 21 ദിവസം 22 ദിവസം 23 ദിവസം 24 ദിവസം 25 ദിവസം 26 ദിവസം 27 ദിവസം 28 ദിവസം 29 ദിവസം 30 ദിവസം 31 ദിവസം 32 ദിവസം 33 ദിവസം 34 ദിവസം 35 ദിവസം 36 ദിവസം 37 ദിവസം 38 ദിവസം 39 ദിവസം 40 ദിവസം 41 ദിവസം 42 ദിവസം 43 ദിവസം 44 ദിവസം 45 ദിവസം 46 ദിവസം 47 ദിവസം 48 ദിവസം 49 ദിവസം 50 ദിവസം 51 ദിവസം 52 ദിവസം 53 ദിവസം 54 ദിവസം 55 ദിവസം 56 ദിവസം 57 ദിവസം 58 ദിവസം 59 ദിവസം 60 ദിവസം 61 ദിവസം 62 ദിവസം 63 ദിവസം 64 ദിവസം 65 ദിവസം 66 ദിവസം 67 ദിവസം 68 ദിവസം 69 ദിവസം 70 ദിവസം 71 ദിവസം 72 ദിവസം 73 ദിവസം 74
ഇനി തമോ ഗുണം കൂടിയ ആൾക്കാര് അവരെങ്ങനെയാന്ന് ചോദിച്ചാൽ ഉറക്കം തൂങ്ങികളായിരിക്കും, ഒരു പണിയെടുക്കില്ല. ഇനി വല്ല പണി എടുക്കുകയാണെങ്കിൽ പരദോഷം പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കിടന്നുറങ്ങുക. ഏറ്റവും ഇഷ്ടപ്പെട്ട പണി എന്താ? ഉറങ്ങുക. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാന്ന് ചോദിച്ചാൽ ഇന്നുണ്ടാക്കിയതായിരിക്കില്ല, മുമ്പുണ്ടാക്കിയത്. എന്ത് നല്ല ആഹാരം കൊടുത്താൽ അവർ ചോദിക്കും അച്ചാറില്ലേ? ഒരു സുഖമായിരുന്നു ഒരാഴ്ച മുമ്പുണ്ടാക്കിയ അച്ചാർ, 6 മാസം മുമ്പുണ്ടാക്കിയ അച്ചാറുണ്ടെങ്കിൽ. അവർക്ക് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇന്ന് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഫ്രിഡ്ജിലൊക്കെ വെച്ച് 2, 3, 4 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചെടുത്ത് ചൂടാക്കി കഴിക്കുന്നതാണ്. ചൂടാക്കാണ്ടാഴ്ച വളരെ വിശേഷം. അത് തമാശ പോലെയല്ല, പഴയത് ഉറക്കം തൂങ്ങിയത് മന്ദന്മാര്. എന്നാല് വേറൊരാൾ പറഞ്ഞ പോലെ ഒരു പണിയെടുക്കും, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ചെയ്യില്ല, മാത്രം കണ്ടറിഞ്ഞൊന്നും ചെയ്യില്ല. ശ്രദ്ധിക്കുക. അസൂയ, കുശുമ്പ് ഇതൊക്കെ അവർക്ക് കൂടുതലുണ്ടാവും. നമ്മൾ ഏത് ഗുണമാണ് ഏറെ എന്ന് സ്വയം വിചാരം ചെയ്യുക, വേറെ ആരോടും പറഞ്ഞു കൊടുക്കണ്ട. പക്ഷേ ആരിലും തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ഗുണം അല്ല ഉണ്ടാവുക, 3 ഗുണങ്ങൾ ഉണ്ടാവും. ഈ 3 ഗുണങ്ങളുടെ വ്യത്യസ്ത അനുപാതങ്ങളിലുള്ള ചേർച്ചയാണ് നമ്മളിലൊക്കെ ഉണ്ടാവുക. സത്വഗുണം കൂടിയിരിക്കുക, അതിനേക്കാൾ കുറച്ച് രജോ ഗുണം, അതിനേക്കാൾ കുറച്ച് തമോ ഗുണം. സത്വഗുണം കൂടിയിരിക്കുക. ഈ സത്വഗുണം കൂടിയിരിക്കുക എന്നുള്ളതിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗുണഘടനകൾ ഉണ്ടാവാം. രജസ് കുറച്ച് കുറയുക, തമസ് കുറച്ച് കുറയുക, വ്യത്യസ്ത ഏറ്റക്കുറച്ചിലിന്റെ അനുപാതങ്ങൾ. അതുപോലെ രജസ് കൂടിയിരിക്കുക, പിന്നെ മറ്റ് ഗുണങ്ങള്, തമസ് കൂടിയിരിക്കുക, പിന്നെ മറ്റു ഗുണങ്ങള്. ഈ 3 ഗുണങ്ങളുടെ വ്യത്യസ്ത അനുപാതങ്ങളാൽ കോടിക്കണക്കിന് ഗുണഘടനകൾ ഉണ്ട്. ഈ ഗുണഘടനകൾക്കനുസരിച്ചാണ് ഓരോരുത്തരും പ്രവർത്തിക്കുക, ചിന്തിക്കുക ഒക്കെ ചെയ്യുക. ശ്രദ്ധിക്കുക. അപ്പോ എങ്ങനെയാണ് ഈ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വർണ്ണവ്യവസ്ഥ എന്ന് ചോദിച്ചാൽ, ഈ 3 ഗുണങ്ങളുടെ വ്യത്യസ്ത അനുപാതത്തിലുള്ള ഏറ്റക്കുറച്ചിലിനനുസരിച്ച് സമൂഹം 4 വിഭാഗത്തിൽ തിരിക്കപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മഗുണം, ക്ഷാത്രഗുണം, വൈശ്യഗുണം, ശൂദ്രഗുണം. നമ്മൾ ഗുണത്തെ പറ്റിയാ ഇപ്പൊ ചിന്തിക്കുന്നത്, എന്നിട്ട് കർമ്മത്തെ പറ്റി ചിന്തിക്കാം. ബ്രാഹ്മഗുണം എന്ന് പറയുന്ന സമയത്ത് സത്വഗുണം ഏറ്റവും കൂടിയിരിക്കുക. ഏറ്റവും കൂടുതൽ സത്വഗുണമാണെങ്കിൽ അത് ബ്രാഹ്മഗുണമാണ്. ഏറ്റവും കൂടുതൽ രജോ ഗുണം, അതിനേക്കാൾ കുറച്ച് സത്വഗുണം എന്നാണെങ്കിൽ അത് ക്ഷാത്രഗുണമാണ്. ഏറ്റവും കൂടുതൽ രജോ ഗുണം, അതിനേക്കാൾ കുറച്ച് തമോ ഗുണം എന്നാണെങ്കിൽ അത് വൈശ്യഗുണമാണ്. ഏറ്റവും കൂടുതൽ തമോ ഗുണം എന്നാണെങ്കിൽ അത് ശൂദ്രഗുണമാണ്. ഇങ്ങനെ 4 ഗുണഘടനകൾക്ക് അടിസ്ഥാനത്തിൽ നാം വർണ്ണത്തെ ചിന്തിച്ചു തുടങ്ങണം. എന്നൊരു പറയാം, സത്വാധിക്യം ബ്രാഹ്മഗുണം, രജസ് സത്വം എന്ന ക്രമം ക്ഷാത്രഗുണം, രജസ് തമസ് എന്നുള്ള ക്രമം വൈശ്യഗുണം, തമസ് അധികമായൊരു ശൂദ്രഗുണം. ഈ ഓരോന്നിലും കോടിക്കണക്കിനുണ്ടാവും കേട്ടോ, പ്രത്യേകം മനസ്സിലാക്കുക, അനുപാത ഭേദങ്ങളെ കൊണ്ട്. എങ്കിലും പ്രായണ ഈ വിഭാഗത്തിൽ വരുമ്പോ ബ്രാഹ്മ, ക്ഷാത്ര, വൈശ്യ, ശൂദ്ര ഗുണഘടനകളിൽ നമ്മൾ അവരെ വിഭജിക്കും. ഇനി പറയട്ടെ, ഇതിൽ ഓരോ ഗുണം വർദ്ധിച്ച ആൾക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും. മാറ്റം വരുത്താൻ കഴിയില്ല. ബ്രാഹ്മണഗുണമുള്ള ആൾക്ക് അതിനനുസരിച്ചേ പ്രവർത്തിക്കാൻ കഴിയൂ, ക്ഷാത്രഗുണമുള്ള ആൾക്ക് അതിനനുസരിച്ചേ കഴിയൂ. അഥവാ അതിനനുസരിച്ച് പ്രവർത്തിച്ചാലേ അയാൾക്ക് സന്തുഷ്ടിയോടുകൂടി സ്വകർമ്മം ചെയ്യാൻ കഴിയൂ. അയാളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സമൂഹത്തിനും പുരോഗതി ഉണ്ടാവും. അവനവന്റെ ഗുണഘടനയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണോ ചെയ്യുന്നത് എങ്കിൽ സംഘർഷമേ ഉണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവില്ല.
ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വന്നേക്കാം. ഗുണഗണനയ്ക്ക് വിരുദ്ധമായ കർമ്മത്തിൽ ഏർപ്പെടാൻ നമ്മൾ നിർബന്ധിതരായേക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോ താൻ ചെയ്യുന്ന തൊഴിൽ സന്തോഷം ഉണ്ടാവില്ല, സംഘർഷം ഉണ്ടാവുള്ളൂ. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ ഗുണങ്ങളെയും കർമ്മങ്ങളെയും ചേർത്ത് ചിന്തിക്കേണ്ടത്? നേരത്തെ ഇവിടെ ചൊല്ലിയ ശ്ലോകം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്നുള്ള ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികള് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. സാത്വികസ്യ സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ശമോദമ ഇത്യാദീനി കർമാണി സത്വോപസർജന രജപ്രധാനസ്യ ക്ഷത്രിയസ്യ ശൗര്യ തേജ പ്രഭൃതീനി കർമാണി തമ ഉപസർജന രജപ്രധാനസ്യ വൈശ്യസ്യ കൃഷ്യാദീനി കർമാണി തമപ്രധാനസ്യ ശൂദ്രസ്യ ശുശ്രൂഷ ഏവ കർമ്മ. വ്യക്തമായി ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് പറഞ്ഞു തരികയാണ്, സത്വഗുണം ഏറ്റവും വർദ്ധിച്ച സത്വപ്രധാനിയായ ബ്രാഹ്മണന് ശമം ദമം തുടങ്ങിയവയാണ് കർമ്മങ്ങൾ. ബ്രാഹ്മഗുണമുള്ള ആൾക്ക്, അതായത് സത്വഗുണം ഏറ്റവും കൂടിയ ആൾക്ക് ശമം ദമം തുടങ്ങിയവയാണ് കർമ്മങ്ങൾ. അപ്പൊ നമുക്ക് സംശയമായി, ഏതാണ് ഈ ശമം ദമം തുടങ്ങിയ കർമ്മങ്ങള്? ഗീതയിൽ തന്നെ അത് സ്പഷ്ടമാക്കപ്പെട്ടിട്ടുണ്ട്. ശമോദമസ്തപ ശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. വ്യക്തമാണ്. ശമോ ദമ തപ ശൗചം ക്ഷാന്തി ആർജവം ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം. ഇത്രയുമാണ് ബ്രഹ്മകർമ്മ സ്വഭാവജങ്ങൾ. ബ്രാഹ്മ ഗുണത്തിൽ നിന്നുണ്ടാവുന്ന കർമ്മങ്ങൾ ഇവയാണ്. ഏവ ശമം. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ നിയന്ത്രണം. ദമം. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. തപഹ. തപസ് എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്രാപ്തിക്കായിക്കൊണ്ടുള്ള സാധനകളിൽ വ്യാപരിക്കുക. ശൗചം. ശൗചം എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും ശുദ്ധി പാലിക്കുക. പുറത്തും ശുദ്ധി പാലിക്കുക, അകത്തും ശുദ്ധി പാലിക്കുക. പുറത്ത് കുളി തുടങ്ങിയവ, അകത്ത് എന്താന്ന് പറയണ്ടല്ലോ, മാലിന്യങ്ങൾ, മനോമാലിന്യങ്ങൾ, കുശുമ്പ്, അസൂയ തുടങ്ങിയ ദോഷങ്ങളെയൊക്കെ നീക്കം ചെയ്യാൻ ജപം, വ്രതപാലനങ്ങൾ ഒക്കെ ചെയ്യാം. ക്ഷാന്തി. ക്ഷമാശീലം. ക്ഷമാശീലം ഉണ്ടാവുക, ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവുക. നമ്മളോടൊരാള് വിരുദ്ധാചരണം ചെയ്താലും നമ്മുടെ അന്ധകരണത്തിൽ വികൃതി ഉണ്ടാവാതിരിക്കുക. ആർജവം. നേരെ വാ നേരെ പോകുന്നുള്ള സ്വഭാവം ഉണ്ടാവുക. ഇത് മുഖ്യമാണ്. ജ്ഞാനം. അറിയുക, അറിയാനുള്ള കഴിവുണ്ടാവുക. വിജ്ഞാനം. അറിഞ്ഞതിനെ അനുഭവിക്കാനുള്ള, അനുഭവത്തിൽ വരുത്താനുള്ള സ്വഭാവ വിശേഷം ഉണ്ടാവുക. ആസ്തിക്യം. വിശ്വാസം. ശാസ്ത്രങ്ങളിലും ഗുരുവിലും ഈശ്വരനിലുമെല്ലാം വിശ്വാസം ഉണ്ടാവുക. ഇത്രയുമാണ് ബ്രാഹ്മഗുണത്തിൽ നിന്നുണ്ടാവുന്ന കർമ്മങ്ങൾ. അപ്പൊ നമുക്കൊരു സംശയം, ഇതൊക്കെ ഇപ്പൊ കർമ്മങ്ങളാണോ? അതെ, ഇതൊക്കെ ആവശ്യമുള്ള കർമ്മങ്ങൾ. ഉദാഹരണത്തിന് ഒരധ്യാപകനാവാൻ ഈ പറഞ്ഞതൊക്കെ വേണം. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ബ്രാഹ്മണന് മാത്രമേ നല്ലൊരു അധ്യാപകനാവാൻ കഴിയൂ. നല്ലൊരു അധ്യാപകനെ കണ്ടുവോ? എന്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അയാൾ ബ്രാഹ്മണനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ബ്രാഹ്മണന് മാത്രമേ നല്ല അധ്യാപകനാവാൻ കഴിയൂ. ബ്രാഹ്മണര് മാത്രമായിരിക്കണം അധ്യാപകര്. ബ്രാഹ്മണരല്ലാത്തവര് അധ്യാപകരാവരുത്. ശ്രദ്ധിക്കുക.
ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അധ്യാപകരുണ്ട് എന്ന് ചിന്തിക്കേണ്ടി വരും. അധ്യാപകരേറെയും ബ്രാഹ്മണരാണോ വൈശ്യരാണോ ക്ഷത്രിയരാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ പറയുകയുണ്ടായി, ഞങ്ങള് ഇറങ്ങി പുറപ്പെട്ട സമരങ്ങൾക്ക് ഏറെയൊന്നും പരാജയപ്പെട്ടിട്ടില്ല, എന്നാലും പരാജയപ്പെട്ടു സ്വാമി ഒന്നിൽ. അതെന്തിനാ? അത് പറഞ്ഞതായിട്ടൊരു അസത്യമൊന്നുമല്ല. അതായത് ഞങ്ങൾക്ക് 2 ടയർ AC ടിക്കറ്റ് അനുവദിച്ച് കിട്ടാൻ വേണ്ടി ഒരു സമരം ചെയ്തു, അത് പരാജയപ്പെട്ടു. 3 ടയർ AC മതി എന്നാണ് നിർണയം വന്നത്. അപ്പൊ നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ 2 ടയറിൽ പോകണം എന്ന് എന്താ പത്ര നിർബന്ധം ചോദിച്ചു. സ്വാമിക്ക് വല്ല ചൂടുണ്ടോ? ഞങ്ങളുണ്ട് AC പോണത്, ഞങ്ങൾ AC-യിലും പോവില്ല, 3 ടയറിലും പോവില്ല, ഫസ്റ്റ് ക്ലാസ്സിലും പോവില്ല, ഒന്നിലും പോവില്ല, ഞങ്ങൾ ബസ്സിൽ പുറഞ്ഞേ പോവുള്ളൂ. ഇതൊക്കെ എഴുതി മേടിക്കും. അപ്പൊ നമ്മൾ ചോദിച്ചൊരു ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു, അപ്പൊ നിങ്ങൾ ടിക്കറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഞാൻ 2 ടയർ AC-യിൽ യാത്ര ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ടയർ AC-യിൽ കോഴിക്കോട് വെച്ച് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ടുണ്ട്, ടിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണ്ടേ അതോറിറ്റീസിന്? സ്വാമിക്ക് വല്ല ചൂടുണ്ടോ? അതൊന്നും വേണ്ട, എഴുതി കൊടുത്താൽ മതി. അങ്ങനെയാ നമ്മളെ നാട്ടിന്റെ നടപ്പ്, അങ്ങനെയാ നടപ്പ്. ഓഹോ, ആർക്കും വിരോധം തോന്നരുതേ, സത്യമാണിത്. ഇവര് ബ്രാഹ്മണരാണോ വൈശ്യരാണോ അല്ല ചണ്ടാളരാണോ ചിന്തിക്കേണ്ടതാണ്. 3 ടയർ AC-യുടെ മേടിക്കാം, അതിൽ യാത്ര ചെയ്താൽ ഒരു വിരോധമില്ല. അതിൽ യാത്ര ചെയ്യാതെ ബസ്സിൽ പോവുക, എന്നിട്ട് അതിന്റെ ടിക്കറ്റ് വാങ്ങുക. ആരാ ഇതിന് പൈസ കൊടുക്കുന്നത്? സമൂഹമാണ് കൊടുക്കുന്നത്. എന്തൊരു വഞ്ചനയാണിത്! ഈ ചെയ്യുന്ന കാപട്യം കൊണ്ട് തന്നെ അവർ അധപ്പതിച്ചു പോവില്ലേ? നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരു ശുദ്ധത വേണ്ടേ? ചിന്തിക്കുക. ബ്രാഹ്മണൻ ചെയ്യേണ്ട ജോലി വൈശ്യൻ അഥവാ ശൂദ്രൻ അഥവാ ചണ്ടാളൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ബ്രാഹ്മണൻ ചെയ്യേണ്ട ജോലി ക്ഷത്രിയൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ചിന്തിക്കുക. ഒരിക്കൽ പത്രത്തിലുണ്ടായിരുന്നു, മാഹി അടുത്ത് ഒരു സ്കൂളില് ശബരിമലയ്ക്ക് വ്രതം നോറ്റ ഒരു കുട്ടി യൂണിഫോം ഒരു ദിവസം മാറിയിട്ടതിന്റെ പേരിൽ കേവലം 4.5 വയസ്സുള്ള ആ കുട്ടിയെ പ്രധാന അധ്യാപകൻ വെയിലത്തവിടെ നിർത്തി. വളരെ നേരം നിന്ന് വെള്ളം ചോദിച്ചു. ആ കുട്ടി ആരും വെള്ളം കൊടുക്കരുത് എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അവസാനം ബോധം കെട്ട് വീണു കുട്ടി. നാട്ടുകാർ പോയി കൈകാര്യം ചെയ്തു. ഇദ്ദേഹം ശോഭിക്കുമായിരുന്നു ഒരു പക്ഷേ പട്ടാളത്തിൽ. അദ്ദേഹം ബ്രാഹ്മണനല്ല, അതുകൊണ്ട് അധ്യാപകനാവാൻ യോഗ്യനല്ല. പക്ഷെ അധ്യാപകന്റെ സ്ഥാനത്താണ് അയാൾ ഇരിക്കുന്നത്. അർത്ഥം മനസ്സിലാക്കുക. അതുകൊണ്ട് ബ്രാഹ്മണന് മാത്രമേ അധ്യാപകനാവാൻ കഴിയൂ. അയാൾ ഇന്ത്യക്കാരനോ അമേരിക്കക്കാരനോ ഇസ്ലാമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ ഒന്നും ചിന്തിക്കേണ്ട, ബ്രാഹ്മണനായിരിക്കണം അധ്യാപകനാവുക. അതുപോലെ ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ രജോ ഗുണം കൂടി അതിനേക്കാൾ കുറച്ച് സത്വഗുണം എന്നുള്ള ഗുണഘടനയുള്ളവനാണ്. അതാണ് ക്ഷാത്രഗുണം. ഈ ക്ഷാത്രഗുണമുള്ള ആൾക്ക് എന്താ കർമ്മം? ശൗര്യ തേജ പ്രഭൃതിനി കർമാണി എന്നാ പറഞ്ഞത്. ശൗര്യം തേജസ് തുടങ്ങിയവയാണ് കർമ്മങ്ങൾ. ഏതാണിത്? ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വര ഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ശൗര്യം, ശൂരത ഉണ്ടാവുക. ശൂരത പറഞ്ഞാല് ഹിംസിക്കാനുള്ള കഴിവുണ്ടാവുക, കൊല്ലാനുള്ള സാമർഥ്യം ഉണ്ടാവുക. എല്ലാവർക്കും ഒന്നും കൊല്ലാൻ സാമർഥ്യം ഉണ്ടാവില്ലേ? കൊല്ലാൻ നല്ല സാമർഥ്യം ഉണ്ടാവണം. അതാണ് ശൗര്യം. ശ്രീഞ്ഞ ഹിംസായ അന്ന ധാതു ശ്രദ്ധിക്കുക. തേജ, നല്ല തേജസ്, നല്ല കർമ്മ നിപുണത ഉണ്ടാവുക. നല്ല തേജസ്. ഓരോരോ സന്ദർഭം വരുമ്പോ അപ്പൊ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവുക. ഇപ്പൊ ചെയ്യേണ്ടത് പിന്നീട് ആലോചിക്കുക, അയ്യോ അപ്പൊ ചെയ്യായിരുന്നു കേട്ടോ, അതല്ല. അപ്പ ചെയ്യേണ്ടത് അപ്പ ചെയ്യാനുള്ള ആ തേജസ് ഉണ്ടാവുക. ധൃതി, നല്ല ധൃതി ഉണ്ടാവുക. എന്താ ധൃതി പറഞ്ഞാല്? ധൃതി എങ്ങനെയൊക്കെ പറയാ? ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് എന്തെങ്കിലും ചില സൂക്കടൊക്കെ വന്നു,
തീരെ അങ്ങോട്ട് ദേഹം ക്ഷീണിച്ചു എന്ന് വിചാരിക്കുക, വലിയ ക്ഷീണമൊക്കെ വന്ന് അങ്ങോട്ട് വീണ് കിടക്കുക. എന്നാൽ പോലും തന്റെ മനോബലം കൊണ്ട് എഴുന്നേറ്റ് പണിയെടുക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള മനക്കരുത്തുണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് ധൃതി. നല്ല തന്റെ ഇടം, ദാക്ഷ്യം, ദക്ഷത, സാമർഥ്യം. ഓരോരോ കാര്യം വരുമ്പോഴും കുശലതയോടുകൂടി അത് ചെയ്യാനുള്ള കഴിവ്. യുദ്ധേ ചാപ്യ പലായനം, യുദ്ധത്തിൽ പിന്തിരിയാതിരിക്കുക. ഒരു കാര്യത്തിന് ഒരുങ്ങി പുറപ്പെട്ടാൽ അത് ചെയ്ത് പൂർത്തിയാക്കിയിട്ട് പിന്തിരിയൂ. യുദ്ധം ചെയ്യാനങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തിയാക്കിയിട്ട് തിരിയൂ, അല്ലാണ്ട് തിരിയില്ല. വിശ്വപൗരനായിട്ട് അംഗീകരിക്കപ്പെടാനും എന്തോ നോബൽ സമ്മാനമൊക്കെ സ്വപ്നം കണ്ടുമൊക്കെ ഇങ്ങ് തിരിഞ്ഞോളൂ എന്ന് ആഹ്വാനം ചെയ്യില്ല. ഞങ്ങൾക്ക് ഏതാനും മണിക്കൂറുകൾ കൂടി തരൂ, എന്നേക്കും ഭാരതത്തിന് ശേഷിക്കാവുന്ന ഒരു തലവേദനയെ ഇല്ലാതാക്കി തരാം എന്ന് പട്ടാള മേധാവി പറഞ്ഞപ്പോ ഇങ്ങ് തിരിച്ചു പോര് എന്ന് പറയില്ല. യുദ്ധേ ചാപ്യപലായന. ദാനം, തന്റെ അരികിലുള്ള വിഭവങ്ങളെ മറ്റുള്ളവരുമായി പങ്കുചേർക്കാനുള്ള കഴിവ്. ഈശ്വരഭാവശ്ച, ഈശ്വരഭാവം. ഈശ്വരഭാവം എന്ന് പറഞ്ഞാല് എല്ലാവരെയും നിയന്ത്രിച്ച് തന്റെ കീഴിൽ വെക്കുക. കൂട്ടത്തിലെത്തിപ്പെട്ട് അവരെ മുഴുവൻ നിയന്ത്രിച്ച് തന്റെ പാട്ടിൽ വെക്കുക, അതാണ് ഈശ്വരഭാവം. ഇത്രയും ചേർന്ന കർമ്മങ്ങളാണ് ക്ഷത്രിയരുടെ കർമ്മങ്ങള്. ഇതൊന്നും കർമ്മമല്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ആവശ്യമുള്ള കർമ്മങ്ങള്. ഉദാഹരണം, പട്ടാളത്തില് ഓഫീസറാവുക, രാജാവാവുക, പോലീസിലും മറ്റും ഉയർന്ന ഓഫീസറാവുക, വലിയ സ്ഥാപനങ്ങളുടെ മുഴുവൻ അധിപതിയായിട്ട് അതിനെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള കെൽപ്പുണ്ടാവുക, അതൊക്കെ ക്ഷത്രിയർക്ക് മാത്രമേ സാധിക്കൂ. അതൊക്കെ ഭംഗിയായി ചെയ്യുന്നവര് ക്ഷത്രിയരാണെന്ന് അറിയുക. അധ്യാപനം, പൂജ ചെയ്യുക, യജ്ഞം ചെയ്യുക, ഇതൊക്കെ ബ്രാഹ്മണരുടെ പണിയാണ്. ചിലർ പറയാറുണ്ട് ബ്രാഹ്മണരല്ലാത്തവർക്കും പൂജിക്കാൻ അധികാരം വേണമെന്നൊക്കെ പറയാറുണ്ട്. തെറ്റാണ്. ബ്രാഹ്മണര് മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ. ബ്രാഹ്മണരല്ലാത്തവര് ക്ഷേത്രങ്ങളിൽ പൂജിക്കാൻ പാടില്ല. ബ്രാഹ്മണർക്ക് മാത്രമേ പൂജയ്ക്ക് അധികാരമുള്ളൂ. പക്ഷെ ആരാണ് ബ്രാഹ്മണൻ എന്ന് പഠിക്കണം എന്ന് മാത്രം. എന്റെ അച്ഛൻ ബ്രാഹ്മണൻ, അതുകൊണ്ട് ഞാനും ബ്രാഹ്മണനാന്ന് പറഞ്ഞാൽ നടപ്പില്ല. അത് ശ്രദ്ധിക്കുക. അതുപോലെ ക്ഷത്രിയര് വേണം രാജ്യം ഭരിക്കുക. ഒന്ന് ചിന്തിക്കുക, ഒരു ബ്രാഹ്മണ ഗുണം വർദ്ധിച്ചാള് ക്ഷത്രിയന്റെ പണി ചെയ്യാൻ പോയാൽ എന്താ ഉണ്ടാവുക? അതിർത്തിയിൽ സൈന്യം ഇരച്ചു കയറുന്നുണ്ടാവും. അപ്പോഴാ ചിന്തിക്കുക, ഞാൻ തിരിച്ചു വെടി വെക്കണ്ട. കാരണം തിരിച്ചു വെടി വെച്ചാൽ അവൻ മരിച്ചു പോയില്ലേ, അവന്റെ ഭാര്യ വിധവയാവില്ലേ, കുട്ടികൾ അനാഥരാവില്ലേ, വേണ്ട തിരിച്ചു പോന്നേക്കാം എന്ന് വിചാരിക്കില്ലേ? നിശ്ചയമായിട്ടും വിചാരിക്കും. ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ പണി ചെയ്യാൻ പോയാൽ സംശയമൊന്നുമില്ല. ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ പണി ചെയ്യാൻ പോയാലോ ഓരോ വിദ്യാലയങ്ങളോടും ക്ഷേത്രങ്ങളോടും ചേർന്ന് മർമ്മ ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ വേണ്ടി വരും. നോക്കൂ, വൈശ്യ സ്വഭാവം, രജസ് കൂടിയിരിക്കുക, അതിനേക്കാൾ കുറച്ച് തമസ് എന്നുള്ളതാണ്. ആ ഗുണഘടനയുള്ളവർക്ക് കൃഷി തുടങ്ങിയവയാണ് കർമ്മങ്ങൾ. ഏതാണ്? കൃഷി, ഗോരക്ഷ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം. കൃഷി ചെയ്യുക, ഗോരക്ഷ ചെയ്യുക, വാണിജ്യം ചെയ്യുക, കൃഷിയൊക്കെ ചെയ്യുക, പശുപാലനം ചെയ്യുക. പശുപാലനമാണ്, ശ്രദ്ധിക്കുക. കശാപ്പിയല്ല, പശുവെ പോറ്റുക, വളർത്തുക, എന്നിട്ട് അതിൽ നിന്ന് ന്യായമായി കിട്ടുന്ന പാല് തുടങ്ങിയവയൊക്കെ വിറ്റ് ജീവിക്കുക. കൃഷിയെടുത്ത് അതിലുള്ള വരുമാനം കൊണ്ട് ജീവിക്കുക. കച്ചവടം ചെയ്യുക, നല്ല കച്ചവടം ചെയ്യുക.
കച്ചവടത്തിലൊക്കെ ഉയർന്നുയർന്നു പോവുക. അതൊക്കെ വൈശ്യന്മാർക്ക് പറഞ്ഞ തൊഴിലുകളാണ്. ഒന്ന് സങ്കല്പിക്കുക, ഒരു ബ്രാഹ്മണൻ വൈശ്യന്റെ പണി ചെയ്യാൻ പോയാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു ബ്രാഹ്മണൻ കച്ചവടം വെച്ചു, എന്താ ഉണ്ടാവുക? സാധനം വാങ്ങാൻ ആള് വന്നാൽ ഇയാൾ വിചാരിക്കും, പാവം പൈസ കുറച്ചേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞാൻ വാങ്ങിയ വിലക്ക് കൊടുക്കാം. ഇങ്ങനെ 2 പ്രാവശ്യം കച്ചവടം ചെയ്താൽ കൂട്ടി പോകേണ്ടി വരും, സൂര്യ കൂട്ടേണ്ടി വരും, സംശയമൊന്നുമില്ല. ഇനി വൈശ്യൻ ബ്രാഹ്മണന്റെ പണി ചെയ്യാൻ പോയാലോ? പല ക്ഷേത്രങ്ങളിലും പോയാൽ കാണാം, 1 ഉറുപ്പ്യ കൊടുത്താൽ ഇങ്ങനെ അനുഗ്രഹിക്കും, 10 കൊടുത്താൽ ഇങ്ങനെ അനുഗ്രഹിക്കും. അയ്യോ, ചില തന്ത്രിമാരൊക്കെ എഴുതുന്ന ചാർത്ത് കണ്ടാ നമ്മൾ ബോധം കെട്ട് വീഴുവേ. എല്ലാ തന്ത്രിമാരും പറയുന്നില്ലേ, ഉത്തമന്മാരായ തന്ത്രിമാരുണ്ട്, ധർമാചാര നിഷ്ഠന്മാരായ തന്ത്രിമാരുണ്ട്, ശുദ്ധ ബ്രാഹ്മണന്മാരായ തന്ത്രിമാരുണ്ട്. ചിലർക്കൊരു ധാരണ ഉണ്ട്, ചിദാനന്ദ ഗുരുസ്വാമി എല്ലാ തന്ത്രിമാർക്കും എതിരാണ്. തെറ്റ്, ഒരിക്കലും അല്ല. പക്ഷെ താന്തോന്നിത്തം ചെയ്യുന്നവരെ തുറന്നു കാണിക്കുക എന്ന് ചെയ്യണം. ചിലർ എഴുതുന്ന ചാർത്തൊക്കെ കണ്ട ബോധം കെട്ട് വീഴും. 600 ഡബിൾ മുണ്ട്, നല്ല ഇനം, ജയലളിത പോരാ എന്നും ബ്രാക്കറ്റില്. തമാശ പറയല്ല. നമ്മുടെ കൂടെ വരുന്നവർക്ക് ദക്ഷിണ 3 ലക്ഷം, നമ്മുടെ എത്രയാണ് എഴുതിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് എത്രയോ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റുമാര് ബോധം കേട്ടിട്ട് അവർക്ക് വെള്ളം തെളിച്ച് ബോധം തെളിയിക്കാനൊക്കെ പോണ്ടി വന്നിട്ടുണ്ട്. തമാശ പറയല്ല, അനുഭവം പറയാലോ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവനൊക്കെ നല്ല കച്ചവടം വെച്ചാൽ ശോഭിക്കുമായിരുന്നു. അവൻ ബ്രാഹ്മണൻ ചെയ്യേണ്ട പണി ചെയ്യാൻ പോയതാ അപകടമായത്. ശ്രദ്ധിക്കുക. അതുപോലെ ശൂദ്രഗുണം എന്ന് പറഞ്ഞാൽ തമോ ഗുണം കൂടിയിരിക്കുകയാണ്. ഈ തമോ ഗുണം കൂടിക്കഴിഞ്ഞാൽ സ്വന്തം നിശ്ചയത്തിനനുസരിച്ച് അയാൾ ഒരു പണിയും ചെയ്യില്ല. കാരണം അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി ഒന്നുകിൽ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ പരദൂഷണം ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കലായിരിക്കും. അയാൾ എന്ത് ചെയ്യാൻ പുറപ്പെട്ടാൽ ജപിച്ചോളൂ പറഞ്ഞാൽ അയാൾ ഇരുന്ന് ഉറങ്ങും, പഠിച്ചോളൂ പറഞ്ഞാൽ ഉറങ്ങും. അങ്ങനെയുള്ളവർ ഈ പ്രഭാഷണം തന്നെ കേൾക്കുന്നുണ്ടാവില്ല, ഇരുന്നപ്പോഴത്തേക്ക് തുടങ്ങിയിട്ടുണ്ടാവും. തമാശയില്ല. അപ്പൊ എന്ത് വേണം? അവരെപ്പോഴും മറ്റുള്ളവരുടെ നിർദ്ദേശത്തിന് കീഴിൽ പ്രവർത്തിക്കണം. എപ്പോഴും അവരോട് നിർദ്ദേശിക്കാൻ വേറൊരാൾ വേണം. അങ്ങനെ ചെയ്യൂട്ടോ, അപ്പൊ അവരങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്യൂട്ടോ, അപ്പൊ അങ്ങനെ ചെയ്യും. അതുകൊണ്ട് അവരുടെ പണി എന്താ? ശുശ്രൂഷ ഏവ കർമ്മ. ശുശ്രൂഷയാണ് കർമ്മം. എന്താ ശുശ്രൂഷ വെച്ചാൽ? ശ്രോതും ഇച്ഛ ശുശ്രൂഷ, കേൾക്കുവാനുള്ള ഇച്ഛ. അവർ കേട്ടനുസരിച്ച് ചെയ്തോളണം. മേലധികാരികൾ പറയുന്നത് അനുസരിച്ചോളുക. അതാണ് അവർക്കും രാജ്യത്തിനും ഗുണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്നറിയോ? ഈ കേരളത്തിൽ ഏറ്റവും വലിയ തൊഴിൽ എന്താന്ന് ചോദിച്ചാൽ ഈ തൊഴിലില്ലായ്മയാണെന്നാ മറുപടി. ഇതിന് വേതനം വാങ്ങാൻ പോവും, തൊഴിലില്ലായ്മ വേതനം. അങ്ങനെ പോയിട്ട് ഒരാൾ ക്യൂ നിൽക്കുകയാണ്. ഇത് കഥയല്ല, ഉണ്ടായതാണ്. അപ്പൊ ക്യൂ നിൽക്കുന്ന സമയത്ത് തൊട്ട് പിന്നിൽ നിൽക്കുന്ന ആളോട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നീ എന്റെ സീറ്റ് നോക്കണം എന്നർത്ഥം. പോയി വരൂ പറഞ്ഞു. മറ്റേയാൾ വിചാരിച്ചു ഞാൻ അടിയന്തരമായിട്ട് വല്ല മൂത്രം ഒഴിക്കാനായിട്ട് പോവുകയാവും. ഞാൻ മറ്റേയാൾ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. നോക്കണേ, കേരളത്തിന്റെ ഒരു സ്ഥിതിയായില്ലേ ഈ തമോ ഗുണപ്രധാനായിട്ടുള്ള ശരീരം മുഴുവൻ നമ്മൾ കഴിയണത്. ആഹാരമായാലും വിചാരങ്ങളായാലും ദൃശ്യങ്ങളായാലും ശ്രാവ്യങ്ങളായാലും ഒക്കെ അത് തന്നെ. തമോ ഗുണം കൂടുതലാ, ശൂദ്രവൃത്തിയാ കൂടുതൽ. അതേ സമയത്ത് ശൂദ്രന്മാർ നല്ലോണം പണിയെടുക്കും, മേലധികാരികളുടെ നിർദ്ദേശത്തിന് കീഴിൽ നടത്തും. അതാണ് അവർക്ക് ഗുണം, രാഷ്ട്രത്തിനും ഗുണം. ഇങ്ങനെ ലോകത്ത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഏത് സമൂഹത്തിൽ പോയി കഴിഞ്ഞാലും ഗുണഘടനയ്ക്കനുസരിച്ച് വിഭിന്നങ്ങളായ തൊഴിലുകളിൽ ഏർപ്പെടണം മനുഷ്യന്മാര്. ഏർപ്പെടുന്നു മനുഷ്യന്മാര്, അത്രയേ ഏർപ്പെടൂ. ഈ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിഭജിച്ചിരിക്കുകയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രഭേദങ്ങളിൽ. ഇതിലെവിടെയാണ് ഒരു അപാകതയുള്ളത്? ഇതിലെവിടെയാണ് അശാസ്ത്രീയതയുള്ളത്? ഇതിലെവിടെയാണ് ഒരു ചൂഷണത്തിന്റെ വ്യവസ്ഥയുള്ളത്? ഇല്ല. ഏത് സമൂഹത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയുള്ളവരെ? ഇത് ശാസ്ത്രീയമായി മനസ്സിലാക്കാതെ ഒരു വ്യവസ്ഥയിൽ കടന്നുകൂടിയ ദോഷങ്ങളെ മാത്രം കണ്ട്
അതിന്റെ പേരിൽ അടിസ്ഥാനത്തെ കുറ്റപ്പെടുത്തിയാൽ എത്ര ഹീനമാണത്, എത്ര നിന്ദ്യമാണതെന്ന് ചിന്തിക്കുക. അതുകൊണ്ട് വർണ്ണത്തിന്റെ ശാസ്ത്രീയമായ സിദ്ധാന്തത്തെ മനസ്സിലാക്കിയിട്ട് ഇത് യുക്തിയുക്തമാണ്, ശാസ്ത്ര അനുസൃതമാണെന്ന് അറിയുക. അവനവന്റെ വർണ്ണത്തിനനുസരിച്ച് തൊഴിൽ ഏർപ്പെടുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. ഒരാൾക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ സന്തോഷം ഉണ്ടാകുമ്പോഴേ അയാളിൽ നിന്ന് നല്ല ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ, അയാൾക്ക് നല്ല പ്രതിഫലം കിട്ടുള്ളൂ, രാഷ്ട്രത്തിന് വികാസം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം പ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ സംഘർഷമായിരിക്കും. ഒരിക്കൽ ആശ്രമത്തിൽ ഒരാള് വന്നു. ഒരു ശുദ്ധ ബ്രാഹ്മണനാണ് അയാള്, നമുക്ക് ഉറപ്പാണ് അയാൾ ശുദ്ധ ബ്രാഹ്മണനാണെന്ന്. ഒരു നമ്പൂതിരിയാണ്, നല്ല സാത്വികൻ. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഉപാസനകളൊക്കെ ചെയ്ത് ശാസ്ത്രം പഠിച്ച് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. തന്ത്രപര്യന്തമുള്ള കർമ്മങ്ങളൊക്കെ അറിയാം, നല്ല മനുഷ്യൻ. അദ്ദേഹം ഒരു ദിവസം വന്നത് സങ്കടം പറയാൻ, സ്വാമി ഒരു സങ്കടമുണ്ട്. എന്താ പറയൂ, എന്തായാലും അറിയിച്ചാൽ ഉള്ള വിധാനം പറഞ്ഞു തരും. പറഞ്ഞു, എനിക്കൊരു മകനേ ഉള്ളൂ. അവനെ ചെറുപ്പത്തിൽ തന്നെ വേണ്ട വിധത്തിൽ ഉപനയനം ചെയ്ത് അത്യാവശ്യം ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു, ഇന്നാവും വിധമൊക്കെ. പൂർണ്ണമായിട്ടൊന്നും വേദം പഠിപ്പിച്ചില്ലെങ്കിലും കുറെയൊക്കെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ആകാവുന്ന അത്രയൊക്കെ പഠിപ്പിച്ചു. പൂജാവിധാനം പഠിപ്പിച്ചു, തന്ത്രം പഠിപ്പിച്ചു, ഒക്കെ ചെയ്തു. എന്നിട്ട് എന്താ പ്രശ്നം? എന്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ തുടർന്ന് എന്റെ അച്ഛൻ മുത്തശ്ശനൊക്കെ തുടർന്ന് വന്നിട്ടുള്ള ഈ ക്ഷേത്രത്തിലുള്ള പൂജ തന്നെ അവൻ തുടർന്ന് ചെയ്യണം എന്നുള്ളത്. ജീവിക്കാനുള്ള വകുപ്പൊക്കെ അല്ലാണ്ട് തന്നെ അവനുണ്ട്. പക്ഷെ എന്താ ചെയ്യ, അവൻ കൂട്ടു നിൽക്കണില്ല. അവൻ പറയണത് അവന് കച്ചവടം തുടങ്ങണമെന്നാ. ഞാൻ എന്താ വേണ്ടു? വലിയൊരു സങ്കടം ഇദ്ദേഹത്തിന്. പാവം, പ്രായമായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ശരീരത്തോടു കൂടി ഇല്ല, മരിച്ചു. നമ്മൾ അദ്ദേഹത്തിന് പറഞ്ഞു, നിങ്ങൾ ഒരു തരത്തിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഓരോ ജീവനും പൂർവ്വജന്മാർജിതമായിരിക്കുന്ന കർമ്മസഞ്ചയത്തോടു കൂടിയാണ് ഈ ലോകത്തിൽ വന്ന് ജനിക്കുന്നത്. ആ കർമ്മസഞ്ചയത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതിർ ജ്ഞാനവാനപി. ജ്ഞാനി പോലും സ്വപ്രകൃതിക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രകൃതിയെ നമ്മൾ കൊണ്ടുവന്നതാ ജനിക്കുമ്പോ തന്നെ. നിങ്ങള് ശുദ്ധ ബ്രാഹ്മണനാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ നിങ്ങളുടെ മകൻ ശുദ്ധ വൈശ്യനാണ്. അതുകൊണ്ട് വേണ്ടത് അവന് നല്ലൊരു കച്ചവടം വെച്ചു കൊടുക്കുക. എന്താ അതിനുള്ള വകുപ്പൊക്കെ ഉണ്ടല്ലോ ഇല്ലത്ത്. ഒരു കച്ചവടം വെച്ചു കൊടുക്കുക, അയാൾ അതിൽ നന്നാവും, നല്ല കച്ചവടക്കാരനാവും. നേരെ മറിച്ച് അയാൾ അമ്പലത്തിൽ പൂജയ്ക്ക് വിട്ടാൽ ചുരുങ്ങിയ മാസങ്ങളെ കൊണ്ട് അയാൾ അമ്പലത്തെ കച്ചവട സ്ഥാപനമാക്കി മാറ്റും, സംശയമില്ല. ഏതായാലും ഇദ്ദേഹം നമ്മൾ പറഞ്ഞു കൊടുത്തത് കേട്ടു. അദ്ദേഹത്തിന്റെ ജില്ല മാറ്റി മറ്റൊരു ജില്ലയിൽ ഈ മകന് കച്ചവട സ്ഥാപനം വെക്കാനുള്ള അവസരം കൊടുത്തു. കച്ചവടം വളരെ പുഷ്ടിപ്പെട്ടു. പക്ഷെ എന്തായാലും ശരി, ഒരു 2-3 കൊല്ലം കച്ചവടം ചെയ്തപ്പോ അയാൾക്ക് ആ സംസ്കാരം പോയി. നോക്കണേ, അയാൾ നിർത്തി കച്ചവടം. അച്ഛൻ മരിക്കാനായപ്പോഴത്തേക്ക് തിരിച്ചു വന്ന് അച്ഛന്റെ തൊഴിലാളെ ഏറ്റെടുത്തു. ഇത് കഥയല്ല പറഞ്ഞത്, അത്രയുണ്ടായിരുന്നുള്ളൂ അതിനുള്ള വാസന. ആ വാസന കഴിഞ്ഞു. ശ്രദ്ധിക്കുക. താല്പര്യം, ഒരു വ്യക്തിയുടെ ഗുണഘടന അവന്റെ തന്നെ മുജ്ജന്മ കർമ്മങ്ങളാൽ നിശ്ചയിക്കപ്പെടുന്നതാണ്. ഈ ജന്മത്തിലെ കർമ്മങ്ങളിലൂടെ അതിനെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നമ്മളൊക്കെയും മനസ്സിലാക്കുക, നമ്മുടെ ഗുണഘടനയെ നമുക്ക് സ്വാധീനിക്കാം. ഏതോ സ്വർഗത്തിലുള്ള ദൈവമല്ല നമ്മുടെ ഒന്നും തലയിൽ എഴുതിയത്. അങ്ങനെ ഒരു യോഗവും വിധിയൊന്നുമില്ല. നമ്മൾ തന്നെ നമ്മുടെ മുജ്ജന്മങ്ങളിലൂടെ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധി, തലയിലെഴുത്ത്, യോഗം എന്നൊക്കെ പറയപ്പെടുന്ന അനുഭവ വിശേഷങ്ങൾ ഉണ്ടായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് നാളെയിലെ നമ്മുടെ ഭാവിയെ നിശ്ചയിക്കേണ്ടത് ഇന്നത്തെ നമ്മളാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളെ ചെയ്യുക, സദ്വിചാരത്തെ ചെയ്യുക, സത്ശാസ്ത്രങ്ങളെ പഠിക്കുക, ആകാവുന്നത്ര സത്ശീലങ്ങളെ അനുഷ്ഠിക്കുക, പാലിക്കുക.
അങ്ങനെ നമുക്ക് നമ്മുടെ ഗുണഘടനയിൽ കൂടുതൽ കൂടുതൽ ഉയർന്നുയർന്ന് ഉത്തമ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാം. അതീവ ക്രൂരനായ രാജാവായിരുന്നു വിശ്വാമിത്രൻ. സാധാരണ ക്ഷത്രിയൻ മാത്രമല്ല, ക്രൂരനായിരുന്നു. അയാൾ തപസ്സനുഷ്ഠിച്ച് നിരന്തരമായ തപശ്ചര്യയിലൂടെ രാജർഷിയായി. കഴിഞ്ഞില്ല, നിരന്തരമായ തപശ്ചര്യയിലൂടെ ബ്രഹ്മർഷിയായി. സാക്ഷാൽ വസിഷ്ഠ മഹർഷി ഹേ ബ്രഹ്മർഷേ എന്ന് സംബോധന ചെയ്തു വിശ്വാമിത്രനെ. ശ്രദ്ധിക്കുക. താല്പര്യം തപസ്സുകൊണ്ട് ആർക്കും ഉയർന്ന പദവിയിലേക്ക് ഉയരാം. ആർക്കും ഉയർന്ന പദവിയിൽ നിന്ന് അധപതിക്കുകയും ആവാം. ബ്രാഹ്മണൻ ശൂദ്രത്വത്തെ പ്രാപിക്കാം, ശൂദ്രൻ ബ്രാഹ്മണ്യത്തെ പ്രാപിക്കാം. പക്ഷെ അതിന് നിരന്തരമായ പരിശ്രമം, പ്രയത്നം വേണ്ടതുണ്ട്. നാം ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാൻ പരിശ്രമിക്കുക, ബ്രാഹ്മണ മേധാവികളാവാൻ പരിശ്രമിക്കുക. നമുക്ക് വേണ്ടത് ബ്രാഹ്മണ മേധാവിത്വമാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെ മോശമായ സംഗതിയൊന്നുമല്ല. നമുക്ക് വേണ്ടത് ബ്രാഹ്മണ മേധാവിത്വമാണ്. കാരണം മേധ എന്ന് പറഞ്ഞാൽ ഗ്രഹണധാരണാശക്തി മേധ. ബഹുഗ്രന്ഥ ഗ്രഹണധാരണാശക്തി എന്നാണ് ശരിക്ക് പറഞ്ഞ അർത്ഥം. ഗ്രഹിക്കാനും ധരിക്കാനുമുള്ള കഴിവാണ് മേധ. പെട്ടെന്ന് മനസ്സിലാവുക, മനസ്സിലായത് മറക്കാതിരിക്കുക, അതാണ് മേധാശക്തി. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അതൊക്കെ മനസ്സിലാവുള്ളൂ. കത്തി 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 അങ്ങനെ വരികയുള്ളൂ. മേധാവിത്വമാണ്. ഇന്ന് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഇതെന്തൊരു മോശപ്പെട്ടതെന്ന രൂപത്തിലാണ് പറഞ്ഞു ഉണ്ടാക്കുന്നത്. നമ്മളതിൽ വശംവദരാകേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ മേധാശക്തി നല്ലോണം ഉണ്ടാകുമാറാകട്ടെ. നമ്മളൊക്കെ നല്ല മേധാവികളാവട്ടെ. ബ്രാഹ്മണ മേധാവിത്വത്തെ നമ്മൾ ബഹുമാനിക്കുക. ഇതിൽ ചിലപ്പോ വല്ല പത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വാക്ക് മാത്രം അങ്ങ് പ്രസിദ്ധീകരിക്കുന്ന ആള് ബ്രാഹ്മണ മേധാവിത്വത്തെ ബഹുമാനിക്കുക എന്ന് മുതലക്കുളം മൈതാനിയിൽ വെച്ച് ശ്രീരാമദേവ സ്വാമി പറഞ്ഞു. അതെ, അവർക്കറിയാം സമൂഹം അത് എങ്ങനെയാ ധരിക്കുക എന്നുള്ളത്. ശ്രദ്ധിക്കുക. അങ്ങനെ അവർ എഴുതില്ല, നാം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഈ വ്യവസ്ഥ എത്ര ശാസ്ത്രീയവും യുക്തിയുക്തവുമാണ്, എത്ര പുരോഗമനപരമാണ്. ഇതിൽ എന്താണ് ദോഷമുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കുക. ഇങ്ങനെ ഹീനമായ ഉച്ചനീചത്വ കൽപ്പനയോടുകൂടിയ ജാതിയെ വർണ്ണത്തിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക. ഉച്ചനീചത്വ കൽപ്പനകളോടുകൂടിയ ജാതി ഹീനമാണ്, വേദവിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ പരിത്യാജ്യമാണ്. ശാസ്ത്രീയമായ വർണ്ണം വൈദികമാണ്, അതുകൊണ്ട് തന്നെ സ്വീകാര്യവുമാണ്. ഈ പറഞ്ഞതിനർത്ഥം ജാതി വ്യവസ്ഥയിൽ മുഴുവൻ ദോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഉച്ചനീചത്വ കൽപ്പനകളോടുകൂടിയ എന്നൊരു വാക്ക് പറഞ്ഞത്. ഏത് വ്യവസ്ഥയും പിന്നീട് കാലക്രമേണ എത്ര ദുഷിച്ചാലും അതിന്റെ ആരംഭത്തിൽ ഒരു നല്ല സങ്കല്പം അതിന്റെ പിന്നിലുണ്ടാവും. അതുപോലെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ വളരെ ഹീനമായ ഒന്നായി നമ്മൾ ജാതിയെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അതിന്റെ ശരിയായ സിദ്ധാന്തം വലിയ ദോഷമുള്ളതൊന്നുമല്ല. കാരണം ഓരോരുത്തർക്കും അവരവരുടെ അച്ഛനും മുത്തച്ഛനുമായി ചെയ്തു പോകുന്ന തൊഴില് ചെറുപ്പം തൊട്ടേ ശീലിച്ചാൽ അതിൽ പ്രാഗൽഭ്യം നേടാൻ കഴിയും. അങ്ങനെ വ്യത്യസ്ത തൊഴിലുകളില് ചെറുപ്പത്തിൽ തന്നെ പ്രാഗൽഭ്യം നേടാൻ ഉപകരിക്കുന്ന വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ. എന്നാൽ അതിൽ സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വ കൽപ്പനകൾ വരുമ്പോൾ അത് ദുഷിച്ചതാകുന്നു. അത് ദുഷിച്ചു. ഇന്നത്തെ സാഹചര്യത്തിൽ അത് പരിത്യാജ്യമാണ്. അതുകൊണ്ട് അത് പൂർണ്ണമായി പരിത്യാജ്യമാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ ശാസ്ത്രീയമായ വർണ്ണത്തെയും വേദബാഹ്യമായ ജാതിയെയും നമ്മൾ വേർതിരിച്ചറിയുകയും
ഇവയെ ചേർത്ത് ഹിന്ദുധർമ്മത്തെ അവഹേളിക്കാൻ വേണ്ടി പറയുന്ന വാദങ്ങളെ കേട്ട് ഭ്രമിക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ്. ആശയം മനസ്സിലാക്കുക. ആശയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ വിശദീകരണം നമുക്ക് എത്ര മണിക്കൂറുകൾ വേണമെങ്കിൽ ആവാം. ദൃഷ്ടാന്തങ്ങളും കഥകളും ഉപകഥകളൊക്കെ വെച്ച് അങ്ങനെ പോവാം. പക്ഷേ നമ്മളിവിടെ പ്രഭാഷണത്തോടൊപ്പം സംശയ നിവാരണത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് കൊണ്ട്, സമയം അതിക്രമിച്ചത് കൊണ്ട് സംശയ നിവാരണങ്ങളിലേക്ക് കടക്കുക.